സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 22 കൊല്ലവർഷം 1201 മീനം 8 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഇന്ന്. 69ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനം ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുന്നു. നോട്ടറി രക്തദാന ക്യാമ്പും സരസ്വതി മൊബൈൽ രക്തശേഖരണ യൂണിറ്റിന്റെ ഉദ്ഘാടനവും മാർച്ച് 28 ശനിയാഴ്ച രാവിലെ 9 മണിക്ക്. ഇൻസ്റ്റഗ്രാം എൻക്രിപ്റ്റഡ് ചാറ്റ് നിർത്തലാക്കുന്നു. സുരക്ഷാ പെൻഷൻ നേരത്തെ എത്തും. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഇന്ന്. കുഴിത്തുറ. കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി തൂക്കനേർച്ച 22-ന് നടക്കും. ഇത്തവണ 1124 നേർച്ച തൂക്കങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1250 തൂക്കക്കാരാണ് ക്ഷേത്രത്തിൽ വ്രതമിരിക്കുന്നത്. രാവിലെ 4:30 മുട്ടുകുത്തി നമസ്കരിച്ച് 5-ന് പച്ചപ്പന്തൽ എഴുന്നള്ളത്ത്, 6:30 തൂക്കനേർച്ച ആരംഭിക്കും. 69ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനം 1-ാം ഘട്ടം ഇന്ന് അവസാനിക്കുന്നു. തീർത്ഥാടകരുടെ വൻ പ്രവാഹം. വേനൽ ചൂട് കാരണം പുലർച്ചെയും വൈകിട്ടുമാണ് തീർത്ഥാടകർ മല കയറാനെത്തുന്നത്. തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംഘാടകരും വോളണ്ടിയർമാരും ഒരുക്കിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. റോട്ടറി ക്ലബ് ഓഫ് പാറശാല, സരസ്വതി ഹോസ്പിറ്റൽ പാറശാല, SMCSI മെഡിക്കൽ കോളേജ് കാരക്കോണം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൊബൈൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. മാർച്ച് 8 രാവിലെ 9 മുതൽ പാറശാല സരസ്വതി ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ വിളിക്കൂ 7593989860 അല്ലെങ്കിൽ 9495472598. രക്തദാനം മഹാദാനം. പങ്കെടുക്കൂ, വിജയിപ്പിക്കൂ. ഇൻസ്റ്റഗ്രാം എൻക്രിപ്റ്റഡ് ചാറ്റ് നിർത്തലാക്കുന്നു. ഇൻസ്റ്റഗ്രാമിലെ എൻഡ് ടു എൻഡ് മെസ്സേജിംഗ് സംവിധാനം നിർത്തലാക്കാൻ മെറ്റ. മെയിൽ പ്രാബല്യത്തിലാവും. അയച്ചയാൾക്കും സ്വീകരിക്കുന്ന ആൾക്കും മാത്രം സന്ദേശങ്ങൾ വായിക്കാൻ കഴിയുന്നതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. ഈ നിർത്തലാക്കുന്നതോടുകൂടെ ആവശ്യമായ സാഹചര്യങ്ങളിൽ മെറ്റ കമ്പനിക്ക് സന്ദേശങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കാനാകും. നിലവിലെ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളോ മീഡിയ ഫയലുകളോ മെയ് 8-ന് മുൻപ് ഡൗൺലോഡ് ചെയ്തു സൂക്ഷിക്കണമെന്ന് മെറ്റ അറിയിച്ചു. സുരക്ഷാ പെൻഷൻ നേരത്തെ എത്തും. തിരുവനന്തപുരം. വിഷു പരിഗണിച്ച് ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരത്തെ നൽകാൻ സർക്കാർ ഉത്തരവിറക്കി. സാധാരണ ഓരോ മാസവും 3-ാമത്തെ ആഴ്ചയിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത്. 14-നാണ് വിഷു. നേരത്തെ വിതരണം ചെയ്താൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ സാമൂഹ്യ പെൻഷൻ വിതരണവും നടക്കും. 2000 രൂപ വീതം 62 ലക്ഷം പേർക്കാണ് പെൻഷൻ കിട്ടുന്നത്. കൗതുക വാർത്തകൾ. പണ്ടത്തെ കാലമല്ല മിസ്റ്റർ. വിവാഹം ചെയ്യുന്നത് വേലക്കാരിയാക്കാനല്ലെന്ന് സുപ്രീം കോടതി. വിവാഹം ചെയ്തെന്ന് കരുതി ഭാര്യ വീട്ടുജോലികൾ മുഴുവൻ ചെയ്യണോ? പാചകം ചെയ്യാത്ത ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടി വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത ഭർത്താവിനോട് ഇത് പണ്ടത്തെ കാലമല്ല മിസ്റ്റർ എന്ന് സുപ്രീം കോടതി. വിവാഹം ചെയ്യുന്നത് വേലക്കാരിയാക്കാനല്ലെന്നും അടുക്കള കാര്യങ്ങളിൽ ഭർത്താവും പങ്കാളിത്തം വഹിക്കണമെന്നും കോടതി പറഞ്ഞു. കോളേജ് അധ്യാപികയായ ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടി സ്കൂൾ അധ്യാപകനായ ഭർത്താവാണ് വിവാഹമോചന ഹർജി നൽകിയത്. കായികം. ഗോളിൽ 900. ന്യൂയോർക്ക്. കരിയറിൽ 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിലെത്തി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. കരിയറിൽ 900 ഗോളുകളിലെത്തുന്ന രണ്ടാമത്തെ മാത്രം താരമാണ് മെസ്സി. സമകാലീനനായ പോർച്ചുഗീസ് പ്രതിഭ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ആദ്യം ഈ നേട്ടത്തിലെത്തിയത്. എന്നാൽ ക്രിസ്ത്യാനോയേക്കാൾ കുറച്ചു മത്സരങ്ങൾ മാത്രമാണ് മെസ്സിക്ക് ഈ നേട്ടത്തിലെത്താൻ വേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം അസിഡിറ്റിയും മരുന്നുകളുടെ അമിത ഉപയോഗവും അല്ലെങ്കിൽ ദുരുപയോഗവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വയറിനുള്ളിലെ വളരെ സാധാരണമായ ഒരു കംപ്ലൈൻ്റ് ആണ് ഗ്യാസിൻ്റെ പ്രോബ്ലം. ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് വരുമ്പോൾ മലയാളി ഉദ്ദേശിക്കുന്നത് വയറ് സംബന്ധമായ എല്ലാ ദഹനക്കേടുകളെയുമാണ്. പക്ഷേ അസിഡിറ്റി കൂടുന്നത് കുറയ്ക്കുന്ന അല്ലെങ്കിൽ പെപ്റ്റിക് അൾസറിൻ്റെ മരുന്നായ പാൻറ്റോപ്രസോൾ ടാബ്ലറ്റ് എന്തിനും ഏതിനും വാങ്ങി കഴിക്കുന്ന ശീലം മലയാളിക്കുണ്ട്. പാൻ 40 എന്ന പല പേരിലും കൗണ്ടർ വഴി ഈ മരുന്ന് ലഭ്യമായത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങി കഴിക്കുന്നു. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ മരുന്ന് ഒരു സാധാരണ മരുന്നല്ല. റാനിറ്റിഡിൻ, സിമെറ്റിഡിൻ, ആൻറ്റാസിഡ് സിറപ്പുകൾ തുടങ്ങിയവ കഴിച്ച് കുറയാതെ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു 3-ാം ശ്രേണിയിലുള്ള മരുന്നാണ് പാൻറ്റോപ്രസോൾ. പക്ഷേ ഇത് ലെഫ്റ്റും റൈറ്റുമായി ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആമാശയത്തിലെ ആസിഡ് എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള രോഗാണുക്കളെയും തെറ്റായ വസ്തുക്കളെയും ഒക്കെ നിർജീവമാക്കുകയാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്നത്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ പാൻറ്റോപ്രസോൾ തുടങ്ങിയ മരുന്നുകൾ ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അമിതമായി ഉണ്ടാകുന്നത് മൂലമുള്ള ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസർ എന്നിവ കുറയ്ക്കുമെങ്കിലും ആവശ്യമില്ലാതെയും
ചെറിയ കാര്യത്തിനുമൊക്കെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ആസിഡിന്റെ അളവ് വളരെ കുറയുകയും എക്ലോർ ഹൈഡ്രിയ എന്ന അവസ്ഥ ഉണ്ടാവുകയും ആമാശയത്തിനുള്ളിലും അന്നനാളത്തിലുമൊക്കെ കാൻഡിഡിയാസിസ് എന്ന പൂപ്പൽ ബാധ ഉണ്ടാകുകയും ഒക്കെ ചെയ്യാം. അതുമാത്രമല്ല, നിരന്തരമായി ആസിഡ് കുറഞ്ഞാൽ നമ്മുടെ ദഹനത്തെയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രവർത്തനത്തെയും ഒക്കെ ബാധിക്കുകയും അത് ശരീരത്തിന് ദോഷകരമാവുകയും ചെയ്യാം. ഇനി ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ റിഫ്ലക്സ് ഹൈപ്പർക്ലോർ ഹൈഡ്രിയ എന്ന് പറയുന്ന പെട്ടെന്ന് ആസിഡ് കൂടുന്ന അവസ്ഥയും വരാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്നുകളുടെ ഇഫക്റ്റ് കുറഞ്ഞ് ആസിഡ് സപ്രഷൻ വരാതെയും ആകാം. ഇപ്പോൾ അതിൻ്റെ ഇരട്ടി ഡോസിലുള്ള മരുന്നുകളൊക്കെ കമ്പനി ഇറക്കാൻ തുടങ്ങിയത് ഈ കാരണത്താലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയും ഇത്തരം മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല, ചില ഗൗരവമായ ആമാശയ രോഗങ്ങളെ ഇത് താൽക്കാലികമായി ശമനം കൊടുക്കുന്നത് മൂലം നമ്മൾ അത് കണ്ടുപിടിക്കാൻ താമസമുണ്ടാവുകയും ചെയ്യാം. ആമാശയത്തിലെ പുണ്ണ് ഇന്ന് വളരെ കുറവാണ്, കാരണം നമുക്ക് ഇഫക്റ്റീവായ മരുന്നുകളുണ്ട്. പക്ഷേ ഈ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഡിയോഡനൽ അൾസർ എന്ന ചെറുകുടൽ തുടങ്ങുന്ന ഭാഗത്തുള്ള പുണ്ണൊക്കെ കൃത്യമായി രോഗനിർണയം നടത്തിക്കഴിഞ്ഞ് മാത്രമേ പാൻറ്റോപ്രസോൾ തുടങ്ങിയ മരുന്ന് കഴിക്കാവൂ. അതിന് പാൻറ്റോപ്രസോൾ മാത്രമല്ല 3-4 മരുന്ന് ചേർന്ന ആൻറ്റി എച്ച് പൈലോറി കിറ്റ് കഴിക്കേണ്ടി വരും 15 ദിവസം. അത് കഴിഞ്ഞ് 3 ആഴ്ച 2 നേരം വെച്ച് പാൻറ്റോപ്രസോൾ കഴിക്കണം. അത് കഴിഞ്ഞ് 3 ആഴ്ച 1 നേരം വെച്ച് കഴിക്കണം. അങ്ങനെ 6 ആഴ്ചയുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതിന് പകരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ താളം തെറ്റിക്കുമെന്നും ചില ഗൗരവമായ രോഗങ്ങളെ തൽക്കാലം ലക്ഷണ വിമുക്തമാക്കി അത് കണ്ടുപിടിക്കുന്നതിന് താമസമുണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആരോഗ്യമുത്തുകൾ നിർത്തുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം കേട്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടും. ഇന്നത്തെ ചോദ്യം ആമാശയത്തിലെ ആസിഡിന്റെ പേര് എന്താണ്? ഉത്തരങ്ങൾ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി, നമസ്കാരം.